സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഉമ്മക്കാർക്ക് ലേഖനം 10:15 സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. 1 കൊരിന്തോസ് 9:16 ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പ്രിയമുള്ളവരെ, ഒറീസ യാത്രയ്ക്ക് ശേഷം ഇന്ന് പുത്രപാനോടുകൂടി തിരിച്ചെത്തി. ഒത്തിരി ദൈവാനുഗ്രഹപ്രദമായിരുന്നു. ഒരു ഇടവകയും ആ ഇടവകയെ ചുറ്റി 14 ഇടവകകളുണ്ട്. ഒരാശ്രമത്തിൽ 3 അച്ഛന്മാരുണ്ട്. അവർ 14 ഇടവകൾ, മാസത്തിൽ ഒരു കുർബാനയുള്ളൂ ഓരോ വില്ലേജിനും. അങ്ങനെ 14 വില്ലേജുകളിലും ഞങ്ങൾക്ക് ഓരോ ദിവസവും വൺഡേ ധ്യാനം നടത്താനായിട്ട് സാധിച്ചു. ഒത്തിരി ദാഹത്തോടു കൂടിയാണ് അവർ വചനം കേൾക്കുന്നത്. ആർക്കെങ്കിലും സുവിശേഷം മിഷൻ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അവിടെ ചെന്ന് 10 ദിവസമെങ്കിലും താമസിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യാനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കോ അല്ലെ വീടുകൾ സന്ദർശിക്കാനോ അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കാനോ ഉള്ള അവസരമുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പോകാവുന്നതാണ്. അതിന് ബന്ധപ്പെട്ടാൽ മതി. പിന്നെ അവിടെ ഇപ്പോൾ ശാന്തമാണ്. ഏകദേശം 26ഓളം പേരെ വിശുദ്ധരാക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ കഴിഞ്ഞ വർഷം ക്രിസ്മസിന് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് അന്ന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട്, പക്ഷേ അന്ന് മഴയായിപ്പോയി, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും നടന്നില്ല. ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുന്നു പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട്. ഞങ്ങൾ പോയപ്പോൾ എല്ലായിടത്തും ശാന്തമാണ്, കുഴപ്പമൊന്നുമില്ല. ഇവർ അച്ഛന്മാർ താമസിക്കുന്ന സ്ഥലത്ത് ക്രിസ്ത്യാനികൾ മാത്രമുള്ള വില്ലേജുകളാണ്. അവിടെ പ്രശ്നമൊന്നുമില്ല. ഒത്തിരി ടൗണിലോട്ടാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഈശോയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കാം. അതോടൊപ്പം തന്നെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള നമ്മുടെ കടമ. സാധിക്കുന്നവരൊക്കെ പോവുക, അല്ലാത്തവർ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇല്ലെങ്കിൽ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുക. അതും നമ്മുടെ കടമയാണ്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.